കൊടൈക്കനാൽ യാത്രയുടെ 4ാം ഭാഗമാണ് കേട്ടോ. രാവിലെ തന്നെ റൂം വിക്കറ്റ് ചെയ്ത് നമ്മൾ നേരെ പില്ലർ റോക്സിലോട്ടുള്ള യാത്രയാണ്. റോക്സിലോട്ട് പോകുന്ന വഴി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് 2 സൈഡും പുൽമേടുകൾ പോലത്തെ സ്ഥലവും വളരെ ഭംഗിയായിട്ടുള്ളൊരു ക്ലൈമറ്റും. രാവിലെ ഭയങ്കര തണുപ്പൊന്നുമില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ്. അപ്പോൾ നേരെ പില്ലർ റോക്സിലോട്ട് എത്താറാവുന്ന ഒരു ഭാഗമാണിത്. അവിടെ ചെറിയൊരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. നമ്മൾ നേരെ ചെന്നിറങ്ങുന്നത് പില്ലർ റോക്സിൻ്റെ ആ സൈഡിലോട്ടാണ്. അവിടെ ഇപ്പോൾ പുതുതായിട്ടൊരു 3 ശില്പം ചെയ്യുന്നുണ്ട്. 3 ആനകളിങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ചെന്നപ്പോഴേക്കും പില്ലർ റോക്സിൽ ഏറെക്കുറെ മഞ്ഞ് മൂടി ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഇടയ്ക്ക് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇവിടെ നേരെ നമ്മൾ പെട്ടെന്ന് തന്നെ ഗുണ കേവിലോട്ടുള്ള യാത്ര തിരിച്ചു. ഗുണ കേവ് അത്യാവശ്യം നല്ല വൈബായിട്ടുണ്ട്. ഭയങ്കര തിരക്ക്. നമ്മൾ കൊടൈക്കനാൽ പോയതിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ട സ്ഥലമാണ്. അത് ആ സിനിമ ഇറങ്ങിയിട്ടാണോ എന്നറിയില്ല. ഗുണ കേവിലുള്ള ഒരു തിരക്ക്. ഗുണ കേവിലും നമ്മുടെ പില്ലർ റോക്സിലൊക്കെ നല്ല തിരക്കുണ്ട്. ഗുണ കേവിലാണ് ഭയങ്കര തിരക്കായിരുന്നു. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ, ഇഷ്ടംപോലെ കാണാം. ഒരുപാട് പേരുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എത്തിയപ്പോഴേക്കും ക്ലൈമറ്റും അടിപൊളി ക്ലൈമറ്റായി. കിട്ടില്ല ക്ലൈമറ്റ് ആയിട്ടുണ്ട്. നല്ല മഞ്ഞുണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഈ പിള്ളേരുടെ ആരവും വെളിയും വെള്ളവും ഭയങ്കര രസമാണ് കേട്ടോ. ടൂറിസ്റ്റിൻ്റെ ഒരു എന്ത് പറയും, ഇത്രയും അധികം ടൂറിസ്റ്റിനെ തിരിച്ച് കൊടൈക്കനാൽ ഭാഗത്ത് കണ്ടുപിടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഗുണാകേവിൻ്റെ ഭാഗത്തുള്ള എല്ലാം ആസ്വദിച്ചു. വേറെയുള്ള ഭാഗത്തൊക്കെ പോയിരുന്നു. നല്ല രസമായിരുന്നു. ഗുണാകേവ് സത്യം പറഞ്ഞാൽ ആസ്വദിച്ചു. പക്ഷേ ഇത്രയും തിരക്ക്, അത് കുറച്ചുകൂടെ തിരക്ക് കുറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഭയങ്കര തിരക്കിൻ്റെ ഇത് എല്ലാ ഭാഗവും ഇവർ കവർ ചെയ്ത് അപകടമില്ലാത്ത രീതിയിൽ കുഴിയുള്ള ഭാഗമെല്ലാം കമ്പിയിട്ട് മൂടിയിട്ടൊക്കെയാണ്. അപ്പോൾ അപകട സാധ്യതകളൊക്കെ കുറവാണ് ഇവിടെ. പക്ഷെ നല്ല വൈബാണ്. വൈബെന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ് വന്നും പോയി നിൽക്കുന്നതും ഒരു കൊടുങ്കാട്ടിനകത്ത് മഞ്ഞ് കയറി ഇറങ്ങി പോകുന്നൊരു പ്രതീതിയൊക്കെ ഉണ്ട്. ഒരു ടവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ടവറിനകത്ത് കയറിയുന്ന താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. പക്ഷെ മഞ്ഞ് കയറി കഴിഞ്ഞാൽ ഈ പില്ലർ റോക്സിൻ്റെ ഒരു ഭാഗമാണ് ഈ ഗുണാകേവ്. അതിൻ്റെ അപ്പുറം ഇപ്പുറം 2 സൈഡാണ്. ഒരു സൈഡ് പില്ലർ റോക്സ്, ഇപ്പുറം സൈഡ് ഗുണാകേവിലാണ്. ഒരു കുരങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഈ യാത്രയൊക്കെ കഴിഞ്ഞു. ഗുണാകേവിലെ യാത്രയും ഗുണാകേവിലെ കാഴ്ചകളും ഒക്കെ കണ്ട് തിരിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ടുള്ള യാത്രയാണ്. തിരിച്ചിറങ്ങാറായപ്പോഴേക്കും മഞ്ഞങ്ങ് നിറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ കൊടൈക്കനാൽ യാത്രയിലെ കുറേ ഭാഗങ്ങൾ.